ഹായ്, എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. ലിസേച്ചിയാണേ. ഇന്നിവിടെ നല്ല മഴയായിരുന്നു. അപ്പം മഴയൊക്കെ തോർന്നു കഴിഞ്ഞപ്പം ഇവിടെ ഇങ്ങനെ നമ്മുടെ ഗാർഡനിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം എല്ലാ ഇലകളുടെയും ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ എന്താ പറയുക ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പഴയ ഓർമ്മകളിലേക്കൊക്കെ അങ്ങ് കൊണ്ടുപോയി. നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചേമ്പിൻ ഇലകളിൽ വെള്ളത്തുള്ളികൾ നിൽക്കുന്നതും നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുന്നതും പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് മഴത്തുള്ളി വീഴുമ്പോൾ നമ്മുടെ കണ്ണിൽ വീഴ്ത്തുന്നതും അതൊക്കെ നല്ല നല്ല ഒരു ഓർമ്മകളിലേക്ക് കൊണ്ടുവന്നു. അപ്പം ഇവിടെ കുറച്ച് മഴത്തുള്ളികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാനതൊന്ന് പതുക്കെ ഒന്ന് അങ്ങനെ മഴത്തുള്ളികളെല്ലാം ഇങ്ങനെ താഴേക്ക് ഇറ്റ് വീഴുന്നു. നാട്ടിലെ ചേമ്പിൻ തണ്ടല്ലെങ്കിലും ഒരു ഇലയിൽ രണ്ടൂന്ന് റെയിൻ ഡ്രോപ്സ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു ഭയങ്കര കൗതുകം തോന്നി. നമ്മുടെ റെയിൻ ഡ്രോപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മായുന്നു. രണ്ട് ഇലയിലാക്കി എടുത്തിരിക്കുന്നത്. എന്തോ ആ ഒരു പേരിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ? നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ പേര് റെയിൻ ഡ്രോപ്സ് എന്നാക്കിയാലോ? സമ്മതമാണോ? എന്നാ വരൂ. നമ്മുടെ ചെറുപ്പ കാലഘട്ടത്തേക്ക് നമ്മളെ തിരിച്ചുകൊണ്ട് പോകുന്ന ഒരു പദമാണല്ലോ റെയിൻ ഡ്രോപ്സ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നമ്മൾ റെയിൻ ഡ്രോപ്സ് എന്ന് പേര് കൊടുക്കുവാണ്. എന്നിട്ട് ഇന്നത്തെ ഈ റെയിൻ ഡ്രോപ്സിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വേറെ ആരെയല്ല, നമ്മുടെ വീട്ടിലെ കുടുംബനാഥനെ തന്നെയാണ്. ഇവിടെ എല്ലാവരും ഉണ്ണിച്ചേട്ടാന്ന് വിളിക്കുന്ന നമ്മുടെ സ്വന്തം ഉണ്ണിയാണ് ഞാൻ ഇന്ന് ഈ റെയിൻ ഡ്രോപ്സിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഇന്ന് ഈ മഴത്തുള്ളികളിലേക്ക് ഇന്ന് മഴ പെയ്യുന്ന ദിവസം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു ദിവസം തന്നെ ഈ മഴത്തുള്ളിയിലേക്ക് വരാൻ സാധിച്ചതിൽ സന്തോഷം. എൻ്റെ ചാനല് ഇപ്പം 3 മാസം കഴിഞ്ഞു, 4-ാം മാസത്തേക്ക് കിടന്നു. ഒരുമാതിരി വ്യൂവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ നമുക്ക് സന്തോഷമുണ്ടല്ലേ. എല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നമ്മളെന്താ വലിയ ഫോർമാലിറ്റി ഒന്നുമല്ല, ജസ്റ്റ് ഒരു സാധാരണക്കാരുടെ ഇടയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ കേട്ടോ. ഉണ്ണിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ഉണ്ണി? സാധാരണ ഞാനിപ്പോൾ അതായത് വളരെ കുഞ്ഞിലെ മുതൽ എന്തോ പാട്ടിനോട് വളരെയേറെ പ്രതിപത്തി ഉണ്ടായിരുന്നു. പഴയ പാട്ടുകൾ അതുപോലെ പുതിയ പാട്ടുകളും ഒരു പരിധി വരെയൊക്കെ നമുക്ക് താല്പര്യമാണ്. ആ പഴയ പാട്ടുകളാകുമ്പോൾ നമ്മുടെ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന വരികളും അതിൻ്റെ ഈണവുമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാട്ടുകൾ പലതും നമുക്ക് കേട്ടിട്ട് പെട്ടെന്ന് മറന്നു പോകുന്നവരാണ്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ഉണ്ണി ഏറ്റവും ആദ്യമായിട്ട് ഉണ്ണി കേട്ടിരിക്കുന്ന പാട്ടോ അല്ലെങ്കിൽ ഉണ്ണിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഉണ്ണിക്ക് ചെറുപ്പത്തിലേ ഉള്ളത്? ചെറുപ്പത്തിലേന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും കുട്ടികൾ ഉറക്കാനോ അല്ലെങ്കിൽ അവരായിട്ടുള്ള പാട്ടുകൾ അല്ലെങ്കിൽ താരാട്ടുപാട്ട് ആണ്, അല്ലെങ്കിൽ റേഡിയോ സംഗീതമാണ് എന്നെ ഇപ്പോൾ സ്വാധീനിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം എൻ്റെ താഴെ 2 കുട്ടികളുണ്ടായിരുന്നു, അനിയത്തിമാർ. അപ്പം അവരെ അമ്മ അന്ന് പാടി ഉറക്കിയിരുന്ന പാട്ടിൻ്റെ ശകലം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് താരാട്ടുപാട്ടിനോട് കുറച്ചുകൂടി താല്പര്യമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെയിൻ ഡ്രോപ്പിൽ നമുക്കിന്ന് ഒരു താരാട്ടുപാട്ടിൻ്റെ 4 വരികൾ കേൾക്കാം.
1954 സ്നേഹസീമ എന്ന ചിത്രത്തിൽ നിന്ന് അഭയദേവും ദക്ഷിണാമൂർത്തി സ്വാമിയും കൂടി ഒരുക്കിയ ഗാനമാണ്. ഇത് പാടിയിരുന്നത് AM രാജയും P ലീലയും ചേർന്നാണ്. സത്യൻ മാസ്റ്ററും രാഗിണിയുമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.